ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് റെസിൻ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ നെയിം പ്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പോൾ ഇത് സാധാരണ പ്ലാസ്റ്റിക് കവർ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. എന്നിട്ട് ഞാൻ സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇത് നമ്മുടെ ടേബിളിന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ആക്രിലിക് കട്ടിങ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ ഒരു നെയിം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിന് പറയുന്നതാണ് ആക്രിലിക് കട്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പം അധിക പേരും യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്രാഫ്റ്റേഴ്സിനൊക്കെ പിന്നെ ഇത് കേട്ട് പരിചയം ഉണ്ടാവും. അപ്പം ഇത് നമ്മൾ പിന്നെ ഇതിൽ കൊടുത്തിട്ട് നമുക്ക് ഏത് ലെറ്റേഴ്സാണോ എന്താണോ വേണ്ടത് അത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാനിതൊരു ഓൺലൈൻ സ്റ്റോറിൽ വഴിയാണ് വാങ്ങിയത്. അപ്പം അതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എത്ര സൈസിലാണോ നെയിം പ്ലേറ്റ് വേണ്ടത് അതിനനുസരിച്ച് ഞാൻ ആ പ്ലാസ്റ്റിക് കവറിൻ്റെ മേലായിട്ട് ഇങ്ങനെ മാർക്കറിനോട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ കയ്യിൽ മോൾഡ് ഇല്ലെങ്കിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ചെയ്യുന്ന നെയിം പ്ലേറ്റ് ആക്കാനില്ല മോൾഡില്ല. അപ്പം അതിന് പകരമായിട്ടാണ് ഞാൻ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ വരച്ചതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് ആക്കണം, കുറച്ച് ഹൈറ്റിൽ തന്നെ ആക്കി കൊടുക്കണം. നമ്മൾ മോൾഡിൻ്റെ പകരം റെസീൻ ഇങ്ങനെ അവിടെ തടഞ്ഞ് നിർത്തിയിട്ട് റെസീന് ഹാർഡാവാനില്ല ഒരു സ്പേസ് അവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇനി അടുത്തതായിട്ട് നമുക്ക് റെസീനെല്ലാം സെറ്റാക്കണം. അപ്പം ഇതൊരു 2:1 റെസീനാണ്. ഞാനിത് ഓൺലൈൻ സ്റ്റോറിൽ കൂടി വാങ്ങിയതാണ്. അപ്പം ഇത് നല്ലൊരു റെസീനാണ്, നല്ല ക്ലിയർ ആയിട്ട് നല്ല അടിപൊളി റെസീനാണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് എത്ര ഒരു ഹാർഡ്നറും റെസീനും കൂടിയിട്ട് 2:1 റേഷ്യോയിൽ എടുക്കുന്നുണ്ട്. ഒരു 30/50 അങ്ങനെയുള്ള റേഷ്യോയിലാണ് എടുക്കുന്നത്. ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസീൻസ്. അപ്പോൾ ഇത് നല്ല ക്ലിയർ ആണ്, ബബിൾ ഫ്രീ ആണ് ഈ റെസീന്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്ലാക്ക് പിഗ്മെൻ്റ് ആണ് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത്. അതും ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. അധികം റെസീൻ ആർട്ട് പ്രോഡക്ട്സൊക്കെ ഞാൻ ഓൺലൈൻ പർച്ചേസാണ് ചെയ്യാറ്. ഞാനതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ റെസീൻ എത്രയാണോ പിഗ്മെൻറ്റ് വേണ്ടത് വെച്ചാൽ ഇത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഇതിലേക്ക് മെല്ലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ഒരുപോലെ ആവുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ടേബിളിൻ്റെ ലെവല് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ റെസീൻ ഒരു ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ ഒലിച്ച് പിന്നെ ഒരു ഭാഗത്തേക്ക് തന്നെ ഒഴുകി പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ല രീതിയിൽ എല്ലായിടത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഈ ബോർഡർ എന്ന് പറയുന്നത് നന്നായിട്ട് അവിടെ നിന്ന് ഫിക്സ് ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം ഞാനിവിടെ ഗോൾഡ് പിഗ്മെൻറ്റ് കുറച്ച് റെസീനിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അത് ഈ പിഗ്മെൻറ്റ് ഇട്ട റെസീന് സെറ്റാവുന്നതിൻ്റെ മുന്നിൽ തന്നെ അതും കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു മാർബിൾ ടച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഐഡിയ ഉണ്ടെങ്കിൽ വേറെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലാക്കും ഗോൾഡും ആണ് കോമ്പിനേഷൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. 1 ഡേ എന്തായിട്ടും എടുക്കും റെസീൻ ഫുള്ളായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ ഫുള്ളായിട്ട് സെറ്റ് ആവാൻ, അല്ലെങ്കിൽ ഹാഫായിട്ട് സെറ്റ് ആയതിന് ശേഷം എടുത്താലും മതി. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് സെറ്റ് ആയതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് ഗോൾഡൻ ക്രഷ്ഡ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അത് റെസീനിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതാണ്. അത് ഇതിൻ്റെ 2 കോർണേഴ്സിലായിട്ട് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് റെസീനിൽ തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്താലേ നമുക്കത് അതുപോലെ അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കൂ. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഈ കട്ടിങ്സ് വെക്കലാണ്. അതായത് നമ്മുടെ ലെറ്റേഴ്സ് ഇങ്ങനെ വെക്കലാണ്, ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് ഒരു മോഡലായിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക.
അപ്പോൾ ഇതെൻ്റെ വീട്ടുപേരാണ്. അപ്പം ഇത് ഞാൻ ആ ഒരു സൈറ്റിൽ ഓൺലൈനിൽ ഒരു സൈറ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അതിൽ ഞാൻ പിന്നെ കൊടുത്തിട്ട് അവർ അതേപോലെ കട്ട് ചെയ്ത് എനിക്ക് അയച്ചതാണ്. അപ്പം ഞാനിത് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് UV റെസീനാണ്. അപ്പം ഇത് സാധാരണ ടൈപ്പ് പശ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടി പറ്റും, പക്ഷെ ഞാനിവിടെ UV റെസീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോ ലെറ്ററിൻ്റെ ബാക്ക് സൈഡിലും ഈ റെസീനാക്കിയിട്ട് ഒന്നിങ്ങനെ നമുക്ക് എവിടെയാണോ വേണ്ടത് അതവിടെ വെച്ച് കൊടുക്കാം. ഓരോ ഫോണ്ടൊക്കെ മാറ്റിയിട്ട് നമുക്കിത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഹാർഡായിട്ട് ഉണ്ടാവില്ല. ഇത് ഹാർഡാവണമെങ്കിൽ നമുക്ക് UV ലാമ്പ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. UV റെസീൻ ആയതുകൊണ്ട് ആ UV റെസീൻ ഒന്ന് ഹാർഡാവണമെങ്കിൽ UV ലാമ്പ് തന്നെ യൂസ് ചെയ്യണം. നമുക്ക് ഇത് കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം UV ലാമ്പ് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം അത് നന്നായിട്ട് ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നാൽ തന്നെ ഓഫാവും. അപ്പോൾ അതെന്തായിട്ട് ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഹാർഡായിട്ട് വന്നിട്ടുണ്ട്, അവിടെ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഷീറ്റ് പോലത്തെ സംഭവമുണ്ട്, അത് ഒന്ന് റിമൂവ് ചെയ്യണം, എന്നാലേ നമുക്ക് ആ ഒരു കട്ടിങ്ങിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഷൈനിങ് ശരിക്കും വിസിബിൾ ആവും. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ കുറച്ച് റെസീന് ഒന്നും പിഗ്മെൻറ്റ്സ് ഒന്നും ഇടാണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലിയർ റെസീന് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത റെസീനാണ്. മുകളിലായിട്ട് ഫൈനൽ ലെയറായിട്ട് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യാം. കുറച്ചധികം റെസീനിൻ്റെ ക്വാണ്ടിറ്റി വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. എന്നിട്ട് നമുക്ക് പിന്നെ ഗോൾഡ് ഫോയിൽസ് ഞാനിങ്ങനെ കുറച്ചിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായ ഗോൾഡ് സ്റ്റോൺസൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു എസ്തെറ്റിക് വ്യൂവിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് സെറ്റാവാൻ വെക്കണം. അപ്പോൾ ഇത് ഒരു 1 ഡേ കഴിഞ്ഞിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ അധികം തിക്നെസ്സിലല്ല ചെയ്യുന്നത്, നേരെ തിക്നെസ്സാണ്. അപ്പോൾ പൊട്ടിപ്പോവാണ്ട് തന്നെ നോക്കണം. കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റിന് ചെറിയ ഹോൾസ് ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ടേബിളിനൊക്കെ അത് ലീക്കായിട്ട് വന്നത്. ഇത് സൈഡിൽ നിന്ന് ഈ ഹോട്ട് ഗ്ലൂവിൻ്റെ ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് ഷാർപ്പാണ് എഡ്ജസൊക്കെ, അതൊന്നെങ്കിൽ നമുക്ക് നൈഫ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അതിനെ സ്മൂത്താക്കുക. അതിനുശേഷം ഞാൻ ഈ സൈഡിലൊക്കെ ഗോൾഡ് പെയിൻ്റാണ് കൊടുക്കുന്നത്. ആക്രിലിക് പെയിൻ്റാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് മാർക്കറും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ വീട്ടിന് പേരിനനുസരിച്ചിട്ട് ഓരോ തീമിനനുസരിച്ചിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്ഫുള്ളായ വളരെ അടിപൊളി വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.